ബഹുമാനപ്പെട്ട അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി അഭിനന്ദനായ സമ്മേളനത്തിൽ സ്വാഗതം സംസ്കാരത്തിൽ ചാർജ് സ്നേഹമുള്ള ശ്രീ സാഹചര്യം ശ്രീ ഉമ്മൻചാണ്ടിയുടെ സാഹചര്യം ശ്രീമതി ബഹുമാന്യനായ സ്നേഹമുള്ള ശ്രീ പ്രിയപ്പെട്ട ശ്രീ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ഫ്രാൻസിസ് ശ്രീ സ്നേഹമുള്ള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ കാര്യ ശ്രീ കെ സി ജില്ലാ കോൺഗ്രസ് മറ്റ് സ്നേഹവ്യക്തിയായ ശ്രീ ജോസഫ് ശ്രീ ജോസഫ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ പാലക്കാട് ഈ വേദിയിലും സദസ്സിലുമുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ സംഘടനയാണ് കേരളത്തിലെ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയാണ്. ആ ഓർമ്മ ഒളിഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നമ്മളെ വിളിച്ചത്. ശ്രീ ഉമ്മൻചാണ്ടി വിവാദങ്ങളില്ലാത്ത ഒരു ചരിത്ര പുരുഷനായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ശ്രീ ഉമ്മൻചാണ്ടിയെ സമൂഹത്തിൻ്റെ എല്ലാ ആളുകളും ഒരുപോലെ അംഗീകരിക്കുന്നത്. ഈ വേദിയിൽ ഇരിക്കുന്ന ആളുകളൊക്കെ അദ്ദേഹമായിട്ട് ഇടപഴകിയിട്ടുള്ള പതിറ്റാണ്ടുകളെ കുറിച്ച് അറിയാവുന്ന ഞാനിതൊന്നും ആവർത്തിക്കുന്നതേയില്ല. ശ്രീ കെ സി പറഞ്ഞ ഒരു ഉദ്ഘാടനത്തിന് ശേഷം അദ്ദേഹത്തിന് ആലപ്പുഴയിൽ 11 മണിക്ക് എത്തണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതേയില്ല. നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി, ഞാനിവിടെ വന്നപ്പോൾ തന്നെ മുദ്രാവാക്യമുണ്ട്, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു സംസ്കാരമായിട്ടാണ് അത് തലമുറകളിലേക്ക് കൈമാറുക. അതെന്നും തലമുറകൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളായി എടുക്കുക. അതുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ കേരളത്തിന് മൊത്തം നേതൃത്വം കൊടുത്ത വ്യക്തി എന്നുള്ളതിനേക്കാളപ്പുറത്ത് കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ എന്നും ആരാധിക്കാൻ കഴിയുന്ന, എന്നും ഓർമ്മിക്കാൻ കഴിയുന്ന നിരവധി കാര്യങ്ങളിൽ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരും. ഞാൻ മറ്റ് കാര്യങ്ങളെ കുറിച്ചൊന്നും കിടക്കുന്നതേയില്ല. സമയത്തിൻ്റെ ദൗർലഭ്യമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, സ്പീക്കർ എന്ന് പറയുന്നത് സംസാരിക്കരുത് എന്നുള്ളതാണ്. സ്പീക്കർ ഡസൻ സ്പീക്ക് എന്നാണ് സാധാരണഗതിയിൽ കീഴ്വഴക്കായിട്ട് പറയുന്നത്. ചിലപ്പോൾ കീഴ്വഴക്ക് ലംഘിക്കേണ്ടി വരും. എന്നാലും ശ്രീ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള നമ്മളുടെ ഏറ്റവും പ്രമുഖനായ, ഈ കാലഘട്ടങ്ങളിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അത്യുജ്വലമായ ശക്തി സ്രോതസ്സായി നിന്നിട്ടുള്ള നമ്മുടെ ചെറുപ്പക്കാർക്കും മുതിർന്ന തലമുറയിൽപ്പെട്ടവർക്കും 100% അംഗീകരിക്കാൻ കഴിയുന്ന നല്ല നേതാവായി അദ്ദേഹത്തെ വളർത്തിയെടുത്ത പൊതുപ്പണിയെക്കുറിച്ച് ഞാൻ ഒരിക്കൽ ഓർക്കുകയാണ്. 1970 തെരഞ്ഞെടുപ്പാണ് പലപ്പോഴും എൻ്റെ ഓർമ്മയിൽ വരുന്നത്. 70 ശ്രീ ഉമ്മൻചാണ്ടി ആദ്യമായി ഇവിടെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന ഒരു സമയമുണ്ട്. ഇന്ന് ശ്രീ കുര്യൻ്റെ ലേഖനമുണ്ട് മനോരമയിൽ, തെങ്ങും ഉമ്മൻചാണ്ടി. അന്ന് സത്യം പറഞ്ഞാൽ തെങ്ങ് ചിഹ്നത്തിലാണ് ശ്രീ ഉമ്മൻചാണ്ടി കണ്ടസ്റ്റ് ചെയ്യുന്നത്. ചിഹ്നം തെങ്ങാണെന്ന് മാത്രമല്ല, തെങ്ങോടെ പറിച്ചെടുത്തുകൊണ്ട് വരുന്ന പ്രവർത്തകന്റെ അതങ്ങാത്ത ആവേശം നേരിട്ട് കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട്.
ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതേ ആവേശം പതിറ്റാണ്ടുകൾക്ക് ശേഷം നമ്മുടെ സമൂഹത്തിൽ അവശേഷിപ്പിച്ച് നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ടു പോയ ശ്രീ ഉമ്മൻചാണ്ടിയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ എല്ലാ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടി മനസ്സിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ സ്വപ്നം ഈ മണ്ണിൽ നടപ്പാക്കാനുള്ള ദൗത്യമാണ് ശ്രീ ചാണ്ടിയുമ്മൻ ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്ന് അദ്ദേഹം നടപ്പാക്കുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടുള്ള പരിപാടിയും അതിൻ്റെ എല്ലാം ഒരു ഘടകമായി ഞാൻ കാണുകയാണ്. ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും കൂടുതൽ നന്നായി പ്രവർത്തിക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള, അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിർത്താൻ കഴിയത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ശ്രീ ചാണ്ടിയുമ്മനും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം നേരുകയാണ്. കേരള നിയമസഭയിൽ നമ്മുടെ ചാണ്ടിയുമ്മൻ എത്രയോ മനോഹരമായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് ഞാൻ വീണ്ടും ആലോചിക്കുകയാണ്. അദ്ദേഹം പക്വത വന്ന വ്യക്തിയായി, എല്ലാ അർത്ഥത്തിലും ജനകീയ നേതാവായി, ജനങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിച്ച ഒരു ശക്തിയായി മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.